ഗംഗാവലിയുടെ തീരത്തുള്ള ലക്ഷ്മണൻ്റെ ചായക്കട. ഈ കടയിൽ വിഭവസമൃദ്ധമായ ഊണാണ് ലക്ഷ്മണൻ ഡ്രൈവർമാർക്കായി കരുതി വെച്ചിരുന്നത്. അർജുനടക്കം പല ട്രക്ക് ഡ്രൈവർമാരും ഇവിടെ സ്ഥിരം വണ്ടി നിർത്തുകയും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ലക്ഷ്മണൻ്റെ ചായക്കടയില്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും അടക്കം ഈ മണ്ണിടിച്ചിലിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ ട്രക്കുമായി ഓടിപ്പാഞ്ഞെത്തി ട്രക്ക് ഒരു സൈഡിൽ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ അർജുൻ നീങ്ങുന്നതിലാണ് മണ്ണിടിച്ചിൽ സംഭവിക്കുന്നത്. അർജുനെ കാണാതായിട്ട് ഇന്നത്തേക്ക് 12 ദിവസമായിരിക്കുകയാണ്. മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള തെരച്ചിലിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ട് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്തായാലും ട്രക്കിനുള്ളിൽ ക്യാബിനുള്ളിൽ അർജുൻ ഇല്ലെങ്കിൽ മണ്ണിടിച്ചിലിൽ ലക്ഷ്മണനോടൊപ്പം അർജുനും പോയിട്ടുണ്ടാകാം. ഗംഗാവലിയുടെ ഈ തീരത്ത് എവിടെയോ അർജുൻ ജീവനോടെയുണ്ട്. അദ്ദേഹം തിരിച്ചു വരും എന്നൊക്കെ ഇപ്പോഴും മലയാളികൾ വിശ്വസിക്കുന്നു. അതെ, അർജുൻ തിരിച്ചു വരുമെന്ന് നമുക്ക് കരുതാം, പ്രാർത്ഥിക്കാം.